നായകൻ മുതിർന്ന അംഗങ്ങളായ ശ്രീമതി ഭാരതി രാമചന്ദ്രൻ ആൻഡ് ശ്രീമതി ഉഷാക്കൂർ ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഗായത്രി ഗോകുലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും വനിതാ ദിന ആശംസകൾ. NSS പനവേൽ സംഘടിപ്പിച്ച വനിതാ ദിന ആഘോഷത്തിനാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, NSS പനവേൽ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും അതിൻ്റെ തനതായിട്ടുള്ള രീതിയിൽ തന്നെ ആഘോഷിക്കാറുണ്ട്. നമ്മളെല്ലാം അതിൻ്റെ ഭാഗങ്ങളാകാറുണ്ട്. കൂടാതെ ഇന്നത്തെ ഒരു പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ സ്ത്രീകൾക്ക് സമുദായത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രാധാന്യം കൂടി വരുന്നു, അല്ലെങ്കിൽ പങ്കാളിത്തം കൂടി വരുന്നു. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും വിദ്യാഭ്യാസം, ആരോഗ്യം, എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം കൂടിക്കൊണ്ടിരിക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ NSS പനവേൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള പരിപാടികളായിരിക്കുന്ന തിരുവാതിര നമ്മൾ ജനുവരിയിൽ വളരെ ഗംഭീരമായി ആഘോഷിച്ചു. കൂടാതെ ഇപ്പോൾ നമ്മൾ വിമൻസ് ഡേ വളരെ നന്നായി തന്നെ ആഘോഷിക്കുന്നു. ഞാൻ എൻ്റെ തത്വത്തിൽ കിടക്കാം. ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് സ്വാഗത പ്രസംഗം ആശംസിക്കുക എന്നതാണ് എൻ്റെ ജോലി എന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി ഡോക്ടർ ബിന്ദു മാഡം ഇതുവരെ എത്തിയിട്ടില്ല. മാഡം നവി മുംബൈയിലെ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ തന്നെ വളരെ പ്രശസ്തി ആർജിച്ച ഒരു ഗൈനക്കോളജിസ്റ്റാണ്. മാഡമാണ് നമുക്ക് ഇവിടെ മുഖ്യാതിഥിയായിട്ട് വരാനിരിക്കുന്നത്. മാഡത്തിൻ്റെ അസാന്നിധ്യത്തിൽ തന്നെ ഞാനിവിടെ മാഡത്തിന് ഒരു വെൽക്കം സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായി നമുക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നിരിക്കുന്നതായിട്ടുള്ള NSS പനവേൽ അതിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ ശശി സാർ, സെക്രട്ടറി ശിവദാസ് സാർ, ട്രഷറർ ഷാജി അവർ, കൂടാതെ മറ്റുള്ള ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഏതൊരു പരിപാടിയുടെയും വിജയം എന്ന് പറയുന്നത് അവിടെ പങ്കെടുക്കുന്നതായിട്ടുള്ള നമ്മുടെ ഓഡിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും എല്ലാവരുടെയും എല്ലാ പരിപാടികളിലും എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവട്ടെ, സാന്നിധ്യം ഉണ്ടാവട്ടെ. അങ്ങനെ ഈ ഒരു പരിപാടി നല്ല വിജയമാക്കി തീർക്കട്ടെ. അതിനുവേണ്ടി എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇതുവരെ ഗോകുലിന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഓഫീഷ്യൽ ജോലി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജോലി തന്നെയാണ്, പഠിത്തം ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് കൂടി ഒരു കല്യാണമൊക്കെ കഴിച്ചു, പ്രാരാബ്ദങ്ങളൊക്കെ കൂടി. മാത്രമല്ല, കല്യാണത്തോടു കൂടി അമ്മയച്ഛനൊക്കെ നാട്ടിലേക്ക് ഷിഫ്റ്റായി. കുടുംബത്തിൻ്റെ എല്ലാ പ്രാരാബ്ദങ്ങളും പിന്നെ ജോലി കാര്യങ്ങൾ ഇതിനെല്ലാത്തിനും ഇടയ്ക്ക് നമ്മുടെ എന്തെല്ലാം പരിപാടികളുണ്ടോ ഇതിൻ്റെ എല്ലാം ടെക്നിക്കൽ സൈഡിലെ ഗോകുലിന് വളരെയധികം ഒരു സഹായം നമുക്ക് ഉണ്ടാവാറുണ്ട്.
നിങ്ങൾ അറിഞ്ഞിരിക്കും അല്ലെങ്കിൽ അറിയുമായിരിക്കും, നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ നമ്മുടെ ഈ കഴിഞ്ഞ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ നമ്മുടെ കയവും ഗ്രൂപ്പുകളിലൊക്കെ കാണാറുണ്ട്. അതെല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അതെല്ലാം സഹായിക്കുന്നത് നമ്മുടെ ഗൂഗിളാണ്. ഈ തിരക്കിനിടയ്ക്കും ഗൂഗിൾ എല്ലാത്തിനും സമയം കണ്ടെത്തി ഇതെല്ലാം സഹായിക്കുന്നുണ്ട്. ഇപ്പോഴും ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം പ്രവർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഗൂഗിളിന് എൻ്റെ ഒരു മൂലസ്ഥാനം ഗൂഗിളിന് ഞാൻ വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ മുംബൈയിൽ ഇത്രയും ഒരു തിരക്ക് പിടിച്ച ഒരു സ്ഥല പരിമിതിയിലുള്ള ഒരു കാര്യത്തില് സ്ഥലം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുവാനായിട്ട് ഈ ഒരു ഹോൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവര് സഹകരണ സംഘത്തിലെ എല്ലാ ഭാരവാഹികൾക്കും കൂടാതെ നമുക്ക് സൗണ്ട്, ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്ന എല്ലാവർക്കും, കൂടാതെ നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക, ജീവിതത്തിന് തന്നെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഭക്ഷണമാണ്, അല്ലേ? ഭക്ഷണമില്ലാതെ നമുക്ക് ഒന്നുമില്ല. അപ്പൊ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നതായിട്ടുള്ള, അതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു വിമൻസ് പ്രോഗ്രാം നടത്താം എന്നുള്ള ഒരു തീരുമാനം എന്തെടുത്തു പറഞ്ഞില്ലേ, അന്ന് മുതൽ ഈ ഒരു നിമിഷം വരെ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചതായിരുന്ന കുറേ വനിതാ അംഗങ്ങളുണ്ട്. നമുക്കൊരു വനിതാ വിങ്ങുണ്ട്, അത് നമുക്കറിയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വനിതാ വിങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് നാളുകളായിട്ട് ആ പ്രവർത്തനം ഒന്ന് മന്ദഗതിയിലായോ എന്നൊരു സംശയം. അതുകൊണ്ട് ഒന്നുകൂടി പൊതുസ്ഥിരതയാക്കാനായിട്ട് നമ്മൾ അതൊന്ന് പേരൊന്ന് മാറ്റിയിട്ട് ഷീ ദ സ്ട്രെങ്ത് ഓഫ് NSS എന്നൊരു പേരോട് കൂടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ നമുക്കറിയാം, ഏതൊരു മേഖലയിലും അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു സംഘടനയുടെയും വനിത എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു ഭാഗം വളരെയധികം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ വളരെയധികം അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാതായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അത് കമ്മിറ്റിക്കാർ അംഗീകരിക്കുന്നു വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഷീ ദ സ്ട്രെങ്ത് ഓഫ് NSS എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ നിമിഷം വരെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പേരെടുത്ത് പറയുന്നില്ല, അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായിട്ടുള്ള സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നെനിക്ക് അറിയില്ല. അങ്ങനെയെങ്കിൽ ആരെങ്കിലും വിട്ടുപോയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഒരു സ്വാഗതം ആശംസിക്കുകയാണ്. കൂടാതെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് ഈ ഒരു പരിപാടി വളരെ വിജയമാക്കി തീർക്കുവാനായിട്ട് സാധിക്കട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് 8 മാർച്ച് ഇന്റർനാഷണൽ വിമൻസ് ഡേ. എന്തുകൊണ്ടാണ് നമ്മൾ 8 മാർച്ച് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നു എന്നറിയാമോ? പണ്ട് 1908 ആണ്ട് ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു 17,000-ഓളം സ്ത്രീകൾ ഒരു പ്രൊട്ടസ്റ്റ് നടത്തി. എന്തിനുള്ള പ്രൊട്ടസ്റ്റ് ആയിരുന്നു? പ്രൊട്ടസ്റ്റ് നല്ലൊരു ജീവിതത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, വോട്ട് അവകാശത്തിന് വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റാണ്. അന്നത്തെ കാലത്ത് സ്ത്രീകളുടെ ഇത്ര വലിയൊരു പ്രൊട്ടസ്റ്റ് അത് ഭയങ്കര സംഭവമായി. അതൊരു ടേണിംഗ് പോയിന്റ്. അതിനനുബന്ധിച്ച് 1910 ആണ്ട് ക്ലാര സെറ്റിക് എന്ന ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ലീഡർ ഉണ്ടായിരുന്നു. മാഡം പറഞ്ഞു, നമുക്ക് പ്രപ്പോസ് ചെയ്തതാണ് നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി ഒരു ദിവസം ആചരിക്കണം എന്ന്. അങ്ങനെയാണ് ഇന്റർനാഷണൽ വിമൻസ് ഡേ എന്ന് 8 മാർച്ച് നമുക്ക് ഡിക്ലെയർ ആയത്. ഈ കൊല്ലം 2025 നമ്മൾ 114ാമത്തെ ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ് ആചരിക്കുന്നത്. അതായത് 100 കൊല്ലം പിന്നിട്ടു നമ്മുടെ ഈ വനിതകൾക്ക് പ്രോഗ്രസിന് വേണ്ടി. ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ്. ഈ കൊല്ലം നമ്മൾ NSS പള്ളി വിമൻസ് ഡേ കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ വിചാരിച്ചു. അതിൻ്റെ ആദ്യത്തെ സെഗ്മെന്റ് ആണ് നമ്മളൊരു കൾച്ചറൽ പ്രോഗ്രാം. നിങ്ങളെല്ലാവരും കൾച്ചറൽ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ട് പോകുന്നറിയോ? നിങ്ങളുടെ സ്കൂൾ ഡേയ്സ്, കോളേജ് ഡേയ്സ്, അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോയി സഞ്ചരിച്ച് തിരിച്ചു വരണം കേട്ടോ. അവിടെ തന്നെ നിന്ന് പോകരുത്. കൾച്ചറൽ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ എല്ലാവരും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണം. എന്ത്? നമ്മുടെ സെക്കൻഡ് സെഗ്മെന്റിലെ വളരെ ഇൻഫോർമേറ്റീവ് സെഗ്മെന്റ് ആണ്. എന്ത് സെഗ്മെന്റ് ആണ്? നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ ബിന്ദു, എക്കോളജിസ്റ്റ് ഫ്രം അപ്പോളോ ഹോസ്പിറ്റൽ. ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ
നമ്മളിലെ ഒരു 35+ ഏജ് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ആണ് ലേഡീസുള്ളത് കമ്മ്യൂണിറ്റി ഇഷ്യൂസ്, ഹെവി ബ്ലീഡിങ്, അബ്നോർമൽ മെൻസ്ട്രുവൽ സൈക്കിൾ, പിന്നെ വീണ്ടും കുറേ പേര് ഫൈബ്രോയിഡ്, PCOD, അഡിനോമയോസിസ്, പുതിയ പുതിയ സാധനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നു. നമ്മൾ 50% ലേഡീസിനുള്ള സ്വഭാവം എന്താണെന്ന് അറിയോ? നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ആദ്യം തുടങ്ങും ഹോം റെമഡീസ്. എന്തെങ്കിലും അരയ്ക്കും, ഒന്നിലെ പൊടിക്കും, അല്ലെങ്കിൽ കലക്കും. ഇനി കിട്ടിയില്ലെങ്കിൽ അയലൊട്ടക്കാരുടെ ഇല പോലും അരച്ച് കുടിച്ച് കഴിക്കും. ശരിയല്ലേ? ഇനി അതെല്ലാം കഴിഞ്ഞ് കൈവിട്ട് പോയി മോനെ ദിനേശ എന്നുള്ള അവസ്ഥ വരുമ്പോൾ നമ്മൾ എങ്ങോട്ട് കൊടുക്കും? ഡോക്ടറെ കൊടുക്കും. ഇന്ന് നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് നിങ്ങളുടെ എല്ലാ സംശയവും നിങ്ങൾ ഡോക്ടറിനോട് ചോദിച്ച് അത് നല്ലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തണം. ഇനി ബൈ സപ്പോസ് എനിക്ക് ഇത്രയും മതിയാണ് കേട്ടോ, മൈക്കിൽ കൂടി ഒന്ന് എനിക്ക് ചോദ്യം ചോദിക്കാൻ വയ്യ, പ്ലീസ്. അങ്ങനെ ഉള്ളവർക്ക് ഒട്ടും വിഷമിക്കണ്ട. നമ്മൾ വോളണ്ടിയേഴ്സ് ഉണ്ട്, അവരുടെ കയ്യിൽ പേപ്പർ ഉണ്ട്. നിങ്ങളുടെ ചോദ്യം ആ പേപ്പറിൽ എഴുതാം. അത് ഡോക്ടർ വായിച്ച് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യും. എൻ്റെ ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ് ഈ ഒരു സെഗ്മെന്റ് നമുക്ക് 100% പ്രൊഡക്റ്റീവും 100% ഇന്ററാക്റ്റീവും ആക്കണം. അതിലെ നമുക്കും എന്തത് യെസ് എന്ന് പറയൂ. വെരി ഗുഡ്. നമ്മുടെ മൂന്നാമത്തെ സെഗ്മെന്റ് എന്താണെന്ന് അറിയോ? ഒരു ഗെയിം സോണാണ്. ഇത് നിങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സോണാണ്. നിങ്ങളുടെ എന്തൂസിയാസം, നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, നിങ്ങളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ഇതിനൊക്കെ അഭിനന്ദിക്കാൻ വേണ്ടിയുള്ള ഒരു സോണാണ് ഗെയിം സോൺ. അഭിനന്ദിക്കുക, അപ്രിസിയേഷൻ ചെയ്യുക, അത് ബ്യൂട്ടിഫുൾ വേർഡാണ്. ശരിയല്ലേ? അത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒരുപോലെ സന്തോഷം തരും, അല്ലേ? നമ്മളുടെ ലേഡീസിന്റെ ലൈഫ് ഒന്ന് നോക്കൂ. നമ്മൾ 24/7 വർക്കഹോളിക്കാണ്. ഒന്നിന്റെ വീട്ടിലത്തെ പണി, അല്ലെങ്കിൽ പുറത്തത്തെ പണി. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നാട്ടിലത്തെ പണി, എന്തെങ്കിലും പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മളുടെ ഒരു രീതി. ചില സമയത്ത് നമുക്ക് വല്ലാതൊരു മൂഡ് സ്വിംഗ്. എന്തിനാ ഭഗവതി ഞാൻ ഇതൊക്കെ ചെയ്യണം? ആർക്ക് വേണ്ടി ചെയ്യണം? ഒരു നല്ല വാക്ക് പറയാൻ പോലും ആരും ഇല്ല. എത്ര പേര് തോന്നിയിട്ടുണ്ട്? എനിക്ക് തോന്നാറുണ്ട്. ആർക്കും തോന്നിയിട്ടില്ല. എന്റെ കൂടെ കുറേ കൂട്ടുകാരുണ്ട് കേട്ടാ. ഈ ഒരു തോന്നല് ഇന്ന് നമ്മൾ ഡിസോൾവ് ചെയ്യും. എങ്ങനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും? ആരെ? നമ്മളെ തന്നെ. സെൽഫ് അപ്രീസിയേഷൻ ആണ് ഏറ്റവും ഊർജം തരുന്ന ഒരു കാര്യം, അറിയോ? അപ്പൊ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം. എങ്ങനെയെന്നല്ലേ? അത് വളരെ സിമ്പിളാണ്. നമ്മളെ റൈറ്റ് ഹാൻഡ് എടുത്ത് നമ്മുടെ തോളിൽ തന്നെ നമ്മൾ വെച്ചിട്ട് 3 പ്രാവശ്യം പാറ്റി 1 2 3 എന്നിട്ട് പറയും വെൽ ഡൺ. നമ്മളുടെ പേര്. അതായത് ഞാൻ എന്ന് പറയും 1 2 3 വെൽ ഡൺ സന്ധ്യ. ഗീത മേഡാണെങ്കിൽ എന്ന് പറയും 1 2 3 വെൽ ഡൺ ഗീത എന്ന് പറയും. സ്വന്തം പേര് പറയണേ നമുക്കുള്ള ഊർജ്ജമാണ് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കൈ എടുത്ത് വയ്ക്കൂ. റെഡി? ഓക്കെ, 1 2 3 വെൽ ഡൺ. എനർജി ഒട്ടും ഇല്ല. ഇപ്പൊ തന്നെ ഫുഡ് സെർവ് ചെയ്യേണ്ടി വരുമോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 വെൽ ഡൺ. കുറച്ചും കൂടി മോണിറ്ററാക്കട്ടാ. റെഡി? ടീച്ചറെ കൊണ്ടായിരിക്കും. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 സൂപ്പർ. നമ്മളില്ലേ, ഇതാണ് നമുക്ക് വേണ്ടത്. ഫ്രണ്ട്സ്, നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. യു ആർ ദ ബെസ്റ്റ്. എന്തുകൊണ്ട്? ഈ നമ്മളിൽ ഫോറിൻ ലേഡീസിനൊരു ഫീലിംഗ് ആണ്, അത് ഞാൻ ചെയ്താൽ ശരിയാവില്ല. എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല കേട്ടോ. പിന്നെ നാട്ടുകാർ വിചാരിക്കും, ഓ വീട്ടുകാരാണെങ്കിൽ പറയും വേണ്ട. ഇങ്ങനെ ഒരുപാട് ഫീലിങ്സ് എമോഷൻ വെച്ച് നമ്മൾ എന്താ പണിയെന്നറിയോ? നല്ല ഒരു മതിൽ പണിതു. ആ മതിലുള്ളിൽ നമ്മൾ കയറി ഇരുന്നു. അത് കഴിഞ്ഞതായി നമ്മളുടെ ഹാർട്ടിന് സഫക്കേഷനായി, ശ്വാസം കിട്ടുന്നില്ല. എന്തേ? ചുറ്റും മതിലാണ്, നമുക്ക് ഒന്നും ചെയ്യാനും തോന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ മതിൽ നമുക്കൊന്ന് പൊട്ടിച്ചു കളയാം. മതിൽ എങ്ങനെ പൊട്ടിക്കുക? ഒരു ഹാമർ വേണ്ടേ? ഹാമർ എന്താ പറയാ മലയാളത്തില്? ചുട്ടിക. ചുട്ടിക. ഓക്കെ, ചുട്ടി
ഇതാണ്. ഓക്കെ, നമുക്കൊരു ഹാമർ വേണ്ടേ? ശരി, ഈ ഹാമർ നല്ല സ്ട്രോങ് ആയിരിക്കണം. അതിനിപ്പോ ഹാമർ അല്ലല്ലോ നമുക്ക് വേണ്ടത്. ഹാമർ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ആണ്. അത് നമ്മളൊരു ബൂസ്റ്റപ്പ് ചെയ്യണം. എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാം? ഹോർലിക്സ്, ബോൺവിറ്റ, ബൂസ്റ്റ് ഒക്കെ 3 നേരം കുടിച്ചാൽ മതിയോ ടീച്ചർ? അതങ്ങ് ബൂസ്റ്റ് ആവോ? ഇല്ല, അത് ബൂസ്റ്റ് ആക്കണം. ആ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം തോന്നണം നിങ്ങൾ ദ ബെസ്റ്റ് ആണെന്ന് തോന്നണം. ആ തോന്നൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ആവൂ. ആ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ മതിൽ മാത്രമല്ല, നമ്മൾ ഇന്റർനാഷണൽ മതിലും പൊളിച്ചു കളയും. സോ നമുക്കതൊന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാം. എങ്ങനെയാ? ഐ എം ദ ബെസ്റ്റ്. പറയൂ, ഐ എം ദ ബെസ്റ്റ്. പോരാ, ഓ എനിക്ക് വയ്യ, ഒന്നും കൂടി ഒന്ന് ചിരിച്ചാവട്ടെ. ഓ, എന്റെ മനസ്സൊക്കെ നിറഞ്ഞു. ഈ ചിരിയാണ് എനിക്ക് വേണ്ടത്. ഐ എം റിയലി ഹാപ്പി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇങ്ങനെ ഇനിയും പറഞ്ഞ് ഞാൻ നിങ്ങളെ എന്തായാലും ബോറടിപ്പിക്കില്ല. Enjoy the program, participate in the program very well, and once again, my hearty Women's Day for each one of you. Thank you. സൗഹൃദ സംഗമം അരുളുന്നു വന്ദനം.
വാങ്ങിച്ചത്. മാഡം ദൃശ്യചുറ്റി ഇടണം കേട്ടോ. ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ. നല്ലൊരു കൈയടിയാവട്ടെ. നമ്മുടെ അടുത്ത സെഗ്മെന്റ്, അതായത് ആദ്യത്തെ സെഗ്മെന്റ് എന്താണ്? കൾച്ചറൽ പ്രസന്റേഷൻ. Birds in joy, spirits soaring high, we dance with grace, a symphony in the sky. In society's forward flow, skills dismissed, dreams with feathers that glow. Oh no, we are puppets beyond in the scripted undertow. No decree to be, we are all soldiers, cut the hunter's neck free. Together, we ignite our light. Our journey inspires, making it bright. Our strength, our voice, roar.
എന്തായിരിക്കും അല്ലേ? പൈനിയർ ഓഫ് NSS, പൈനിയർ, മുൻഗാമികൾ. ഈ ടീമിലുള്ള മാക്സിമം എല്ലാ ലേഡീസും മിനിമം 15 ഇയേഴ്സോളം NSSന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഇവർ നമുക്ക് നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്തു. എന്താ മെസ്സേജ്? എന്താണെന്നല്ലേ? ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. പ്രായം ഒരു തടസ്സമല്ല എന്ന്. സോ ഇവരുടെ ഒരു എന്തൂസിയാസ്റ്റിക് സ്പിരിറ്റിന് വേണ്ടി നല്ലൊരു കൈയടിയോടെ നമുക്ക് അവർ സ്വാഗതം ചെയ്യും. Thank you.
അതല്ല ഇപ്പൊ അഞ്ജന പറഞ്ഞ മാതിരി, അഞ്ജന അല്ല സന്ധ്യ പറഞ്ഞ മാതിരി ഏജ് ഇസ് എ നമ്പർ ഓൺലി. അപ്പൊ ഏജ് എല്ലാവരും വളരെ മനോഹരമായിട്ട് എന്തൊരു അടിപൊളിയായിട്ട്, ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു വന്ന് കണ്ടത്. വളരെ നന്നായിട്ട് ഡാൻസ് കളിച്ചു നിങ്ങൾ എല്ലാവരും. അപ്പൊ അതാണ് ഏജ് ഒരു നമ്പർ തന്നെയാണ്. അപ്പൊ നമ്മള് ആരോഗ്യവതിയായ സ്ത്രീകൾ ഉണ്ടാകാൻ തന്നെ നമ്മളെ കുടുംബം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, സമൂഹം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, പിന്നെ കമ്മ്യൂണിറ്റി വേൾഡ് എല്ലാം മുന്നോട്ട്. ഇപ്പൊ സ്ത്രീകളാണ് എല്ലാവരും ഈ ചുക്കാൻ പിടിച്ച് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ ഹെൽത്തിന് ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് ഇത് കണ്ടുപിടിച്ചു, ഡോക്ടർ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചു, എന്നെ എന്തെങ്കിലും ചെയ്യും അങ്ങനെ വിചാരിക്കാണ്ട്, അപ്പൊ നിങ്ങൾ വിശ്വാസമുള്ള സ്ഥലത്ത് പോയിട്ട്, എല്ലാ സ്ഥലത്തും അങ്ങനെയാണല്ലോ. ഇപ്പോൾ കടയിൽ പോയാലും ചില സ്ഥലത്ത് ചീറ്റിംഗ് ഉണ്ടാവും, ചില സ്ഥലത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ എല്ലാ ഇതിലും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ വിശ്വാസമായിട്ടുള്ള ഫാമിലി ഡോക്ടറോ അല്ലെങ്കിൽ അവരെ സമീപിച്ച് ഹെൽത്ത് ചെക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആക്ച്വലി ഒരു 35-40 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും ഹെൽത്ത് ചെക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ്. കൂടെ നിന്ന് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതുപോലൊരു ഫീൽ കിട്ടില്ലേ? Such a beautiful person. എഡ്യൂക്കേഷൻ അല്ല, അതൊരു ഹംബിൾ ആയിട്ടുള്ള ഒരു നേച്ചർ അത് പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത്, അതാണ് ഏറ്റവും വലിയൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്. Like I felt so emotional when Madam spoke so well. Thank you so much. സാറ്റർഡേ ഞാൻ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അധികം ബുദ്ധിമുട്ടിക്കണം ശരിയല്ല. സോ നന്ദി സൂചകമായിട്ട് ചെറിയൊരു ഉപഹാരം നൽകുന്നതിനായി സുജാത ശശികുമാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Please give a big round of applause, please. Thank you so much, ma'am. നമ്മുടെ ഹാളിൽ ആദ്യമായി എത്തിയ 20 പേരുടെ പേര് ഞങ്ങൾ എഴുതി ഈ ഡബ്ബയിൽ ഇട്ടിട്ടുണ്ട്. അതിൽ 3 പേർക്ക് സമ്മാനം ഉണ്ടാകുന്നതാണ്. വോളിബോൾ അടുത്തെടുക്കുന്നത് വിശാലാക്ഷി മേനോൻ. വിശാലാക്ഷി മാം രേണു നമ്പ്യാർ. and Ramani Mohan and they are there in the hall. ഓരോരുത്തരും ഇരിക്കുന്ന ചെയർ, ഞങ്ങൾ ചില ചെയറിന് അടിയിൽ സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ വേണ്ടി സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. 3 ചെയറിന് സ്റ്റിക്കർ ഉണ്ട്. ആരുടെയെങ്കിലും ചെയറിന് അടിയിൽ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ പ്ലീസ് ചെക്ക് ചെയ്തോളൂ. ആരാണ് ഈ അടുത്ത ലക്കി വിന്നർ? ഓൾറെഡി വുമൻസ് ഡേക്ക് ഫസ്റ്റ് ലക്കി വിന്നർ ഒരു ബോയ് ചൈൽഡ് ആണ്. സെക്കൻഡ് വിന്നർ, ഫസ്റ്റ് വിന്നർ ഈസ് സ്നേഹിൽ. അടുത്ത വിന്നർ
ആകെ 2 ഗിഫ്റ്റ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഏർലി ബേർഡിനെ നേരത്തെ വന്നവരിൽ നിന്നും ഒരു ചിട്ട് കൂടി എഴുതിയാണ് ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നത്. രമണി വിജയൻ. കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ്. ഡോക്ടറുടെ അഡ്വൈസസ് ഒക്കെ കേട്ട് നമ്മൾ കുറച്ച് ടൈം സ്റ്റഡി ആയിട്ട് ഇരിക്കുകയാണ്. ഒരു റിലാക്സേഷൻ. ആർക്കാണോ ഉത്തരം അറിയാവുന്നത് പ്ലീസ് raise your hand, stand up and then please tell the answer. Please don't give the answer in chorus. Okay? ആണുങ്ങൾക്ക് 1 പെണ്ണുങ്ങൾക്ക് 2 ഉള്ളത് എന്താണ്? ആണില് 1 പെണ്ണില് 2. Please hand over the gift. എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് എന്ത്? കോറസ് ആൻസർ ഇല്ല. ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ചാൻസ്. അമ്മ പറഞ്ഞു. അഞ്ജന പ്ലീസ് ആൻസർ പ്ലീസ്. ഇത് എല്ലാ അച്ചാറിലും ഇടും, പക്ഷേ ആരും കഴിക്കാറില്ല. സ്പൂൺ. കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദോശ ചുടാൻ ഉപയോഗിക്കുന്ന മരം. ദോശ ചുടാൻ മാവ്. ഉത്തരം മാവ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. പൊടിയിട്ടാൽ വടിയായി വരുന്ന സാധനം. പുട്ട്. പൊടിയിടുമ്പോൾ അതിനെ വടിയായി കിട്ടും. ഷിറ്റോള്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ സ്വന്തമാണെങ്കിലും മറ്റുള്ളവരാണ് അത് കൂടുതലായി ഉപയോഗിക്കുന്നത്. കോറസ് ആൻസർ. സോ നോ ഗിഫ്റ്റ്. ഇവിടെ ഈ സൈഡ് അവരുടെ പേര് എഴുതുക. അതിനുശേഷം മകൾക്ക് പറഞ്ഞിട്ട് മകളുടെ പേര് എഴുതുക. ഇത് അമ്മയും മക്കളും ചെയ്യേണ്ട കാര്യമാണ്. 2 പേർക്ക് തന്നിരിക്കുന്ന പേപ്പറിൽ അമ്മയുടെയും മകളുടെയും പേരെഴുതണം. അമ്മയുടെയും മോളുടെയും പേര്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൈപോകുക. അമ്മ എന്നല്ല, അമ്മ ആശ, മകൾ എന്താ പേര് അതിഥി, അങ്ങനെ എഴുതണം. മക്കള് കേട്ട
എന്നിട്ട് മകളുടെ പേര് പോകണം. കിട്ടിയോ? ഇനി നമുക്ക് ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യന് നമ്പർ 1 ഇട്ടിട്ട് ഉത്തരം മാത്രം എഴുതണം. തേർഡ് ക്വസ്റ്റ്യൻ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ. തേർഡ് ക്വസ്റ്റ്യൻ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, അമ്മയുടെ പ്രിയപ്പെട്ട ഭക്ഷണം. അമ്മമാരെ തലത്താരെ ചിരിക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുന്നതോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. മലയാള സിനിമയില് അമ്മയ്ക്ക് പ്രിയപ്പെട്ട നടൻ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള നടന്റെ പേര്. മലയാള സിനിമയാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട്. മക്കളെ ചോദിക്കുന്ന അങ്ങനെയൊക്കെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഒഴിവ് സമയങ്ങളിൽ അമ്മയ്ക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം. അമ്മമാർ ആലോചിക്കുക എന്തായിരുന്നു? ഇനി മോളുടെ പ്രിയപ്പെട്ട ഹോബി. മകൾക്ക് ഇഷ്ടപ്പെട്ട ഹോബി. ഈ നിൽക്കുന്ന മക്കൾക്കായിരിക്കണേ. നിങ്ങൾക്ക് ഇപ്പൊ 2 മക്കളുടെ വേറെ ആരുടെയും. ഈ പുറകിൽ നിൽക്കുന്ന മകൾക്ക് ഇഷ്ടപ്പെട്ട ഹോബി. സീരിയൽ നമ്പർ ഇട്ടിട്ട് എഴുതിയാൽ മതി. ഇതിപ്പോ 8th ക്വസ്റ്റ്യൻ അല്ല, 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 8 എന്ന് എഴുതിയിട്ട് ആ ഹോബി എന്താണെന്ന് വെച്ചാൽ എഴുതിയാൽ മതി. ബാക്കി ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കാത്തതുകൊണ്ട് പ്രശ്നമില്ല. ഇനി മോൾക്ക് ഇഷ്ടപ്പെട്ട ഹോളിഡേ ഡെസ്റ്റിനേഷൻ. കഴിഞ്ഞില്ല. ഇനി സ്കൂളിലെ മോളുടെ പ്രിയപ്പെട്ട ഫേവറേറ്റ് സബ്ജക്ട്, മകൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്. കഴിഞ്ഞു. അടുത്തതെല്ലാവരും വരായിരിക്കും. സ്കൂളിലെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ട്. അതെല്ലാവരും പെട്ടെന്ന്. അവിടെ ആരെങ്കിലും നിന്നിട്ട് വർത്തമാനം പറയുന്നുണ്ട്. അടുത്തത് മോൾക്ക് ഇഷ്ടപ്പെട്ട കളർ. ഇനി അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മകൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഭക്ഷണം. ഏറ്റവും ഇഷ്ടമില്ലാത്തത് അമ്മ ഉണ്ടാക്കുന്നത് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഭക്ഷണം. ഇതിൽ 10 പൊരുത്തുള്ള ഭാഗ്യജാതകമായ ആ അമ്മയും മോളെ കണ്ടുപിടിക്കും. ആരായിരിക്കും? ആർക്കെന്തെങ്കിലും എഴുതുന്നുള്ളൂ? ക്ലൂ ഉണ്ടോ? എഴുതിയവർക്ക് ഇല്ല. ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ ഇവിടെ. ചിലരൊക്കെ പറഞ്ഞു എൻ്റെ മോളുടെ പേപ്പർ ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും, ഇതിനകത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കള്. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ
കറക്റ്റ് ആൻസേഴ്സ്, അതായത് അമ്മയും മോളും ഒരേ ആൻസർ ഒരേ ക്വസ്റ്റ്യൻ എഴുതി കറക്റ്റ് ആക്കിയ ഏറ്റവും കൂടുതൽ കറക്റ്റ് ആൻസർ ഉള്ള ആൾക്ക് ഫസ്റ്റും അതിന് താഴെ സെക്കൻഡ് കിട്ടിയവർക്ക് റണ്ണറപ്പ് പ്രൈസും. അപ്പോൾ ആദ്യം റണ്ണറപ്പ് പറയാം അല്ലേ? ദർശന അശോക് പിള്ളെ, അശ്വതി പിള്ളെ. അവര് 13 ക്വസ്റ്റ്യനില് 7 കറക്റ്റ് ആക്കിയിരുന്നു. ആ നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഇത്ര ഒരു അമ്മയും മോളും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മനസ്സിലാക്കി ഇരിക്കുന്നുണ്ട്. അടുത്തത് വിന്നർ തുഷാര അനുഷ്ക. 13-ൽ 9 ക്വസ്റ്റ്യൻ അവർ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർക്കാണ് 10-ൽ 10 ഒരുത്തോ അല്ലേ? അമ്മയെ മനസ്സിലാക്കിയ മകളും മകളെ മനസ്സിലാക്കിയ അമ്മയും. ഒരു നല്ല കൈയ്യടി കൊടുത്തേ അവർക്ക്. അടുത്ത സോണിലേക്ക് പോകാം. അടുത്തതാണ് ഇവിടെ നമ്മൾ പറയുന്ന സാധനങ്ങൾ അത് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ എണീറ്റ് നിൽക്കുക. നമ്മൾ വന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ആരുടെ അടുത്താണ് ആദ്യം കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രൈസ് കിട്ടും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന ഒരു ഗെയിമാണ്. ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആരുടെ കയ്യിലാണ് 5 രൂപയുടെ നോട്ട് കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ കൊണ്ടുവരിക. നോട്ട് സ്റ്റേജിലേക്ക് വരും. ഗിഫ്റ്റ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കീർത്തിക്ക് കിട്ടി. കീർത്തന. കീർത്തന സമരാജ്. എത്രയും പെട്ടെന്ന് കൊണ്ടുവരേണ്ട. ആരാണ് ആദ്യം കൊണ്ടുവരുന്നത് അവരാണ് വിന്നർ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആരുടെ അടുത്താണോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരുടെ വീട്ടിലാരുടെയെങ്കിലോ പഴയ ഫോട്ടോസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഉണ്ടെന്ന് നോക്കൂ. ഉള്ളവർ കൊണ്ടുവരും. വീട്ടിലെ കൊണ്ടുവരുമോ? വേഗം ആരാദ്യം എത്തുന്നു? ഓക്കെ, സോറി. ഓക്കെ, അവർക്ക് ക്ലാപ്പ് ചെയ്യോ? അടുത്ത ക്വസ്റ്റ്യൻ, ഇത് മോസ്റ്റ്ലി എല്ലാ വീട്ടമ്മമാരുടെ അടുത്തും ഉണ്ടാവും കേട്ടോ. എല്ലാവരും വേഗം റെഡിയാക്കി വെച്ചോളൂ. ആരുടെ അടുത്താണ് 3 കീലും കൂടുതലുള്ള കീ ചെയിൻസ് ഉള്ളത്? 3 കീലും കൂടുതലുള്ള കീ ചെയിൻസ്. വീട്ടമ്മമാരെ ഓടി വരണട്ടാ, കുറെ പേരുടെ അടുത്തുണ്ടായിരിക്കും. അടുത്തത്, എല്ലാവരും ബാഗ് പിടിച്ചിരുന്നോളൂ. ബാഗിന്റെ ഉള്ളിൽ നിന്ന് എടുക്കേണ്ട ഒരു സാധനമാണ്. ഓക്കെ, കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഉള്ള എന്തെങ്കിലും ബില്ലുകൾ, സൂപ്പർ മാർക്കറ്റ് ബില്ലുകളോ ട്രെയിൻ ടിക്കറ്റോ മൂവി ടിക്കറ്റോ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. എന്താണെങ്കിലും കുഴപ്പമില്ല. ട്രെയിൻ ടിക്കറ്റ് കിട്ടി, മൂവി ടിക്കറ്റ്
ഓക്കെ, അപ്പൊ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചോളോ, ചിലപ്പോ ആവശ്യം വരും, കളയണ്ട. ഫസ്റ്റ് ശ്രീലയ ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തതായിട്ടുള്ളത് ഹാൻഡ് റിട്ടൺ നോട്ട് ഓർ ലിസ്റ്റ്. അതായത് നമ്മൾ ഇനി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഒക്കെ പെണ്ണോണ്ട് എഴുതി വെച്ചിട്ടുള്ളത്, നമ്മൾ കയ്യക്ഷരം പ്രിന്റഡ് അല്ല. അങ്ങനെ ആരുടെങ്കിലും അടുത്തുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. ഉണ്ടോ? അതുണ്ട്. ഓക്കെ, നമ്മൾ വിചാരിച്ചതൊക്കെ എഴുതി വെച്ചതൊന്നും ആളുണ്ടാവില്ല എന്ന്, പക്ഷെ അതുണ്ട്. കിട്ടി? രണ്ടാള് കിട്ടി. ഓക്കെ ഓക്കെ. ഇനിയുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ലേഡീസിനുള്ള ഒരു കാര്യമാണ്. പഴയതൊന്നും കളയാനായിട്ട് ചിലപ്പോൾ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. പൊട്ടിയ കമ്മല് അല്ലെങ്കിൽ മാലയുടെ പീസ് അങ്ങനെ വല്ലത് നിങ്ങളുടെ പേഴ്സിലുണ്ടെങ്കിൽ കൊണ്ടുവരിക. ബ്രോക്കൺ ജ്വല്ലറി അതുണ്ട്, കണ്ടു? ആരെങ്കിലും ബാഗിലോ പേഴ്സിലെങ്ങാനോ അതുണ്ട്. അയ്യോ, പ്ലീസ് ആദ്യം കൊണ്ടുവരുന്ന നമുക്ക് 2-3 പ്രൈസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഫസ്റ്റ് ആരാണോ കൊണ്ടുവരുന്നത് അവർക്ക്. ഓക്കെ, ഇനിയൊരു 3 ക്വസ്റ്റ്യനും കൂടിയാണ് ചോദിക്കണുള്ളൂ. അപ്പൊ എല്ലാവരും പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക. ബി റെഡി. കറൻസി ഉള്ളത്. ഫോറിൻ കറൻസി ഉണ്ടോ? ഫോറിൻ കറൻസി ഏതെങ്കിലും ഒരു ചോദ്യത്തിന് സമ്മാനം കൊടുക്കാതിരിക്കട്ടെ. ഫോറിൻ കറൻസി ഉണ്ടോ? അതുണ്ട്. അയ്യോ, അത് പോയി. കിട്ടി ഫോറിൻ കറൻസി. ഇനി സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആരെങ്കിലും നമ്മുടെ ഡ്രസ്സിനോ അല്ലെങ്കിൽ സാരിക്കോ ഒക്കെ മാച്ചായിട്ട് ചപ്പല് അല്ലെങ്കിൽ ഷൂ, ബാഗ് ഇതിലേതെങ്കിലും ഉണ്ടോ? കിട്ടി? ഇനി ഫൈനൽ വിന്നറിനെ സെലക്ട് ചെയ്യണതാണ്. നമ്മളിപ്പോ ഓരോ സാധനങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു 5 സാധനം, അതായത് നമ്മളൊരു ലെറ്റർ പറയും. സാധനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാരെയും കൊണ്ടുവരാം. ഇപ്പൊ പി എന്ന് പറഞ്ഞാൽ പിയുള്ള പേരിലുള്ള 2 പേരെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. 5 ഐറ്റംസ് ടുഗദർ, എല്ലാം കൂടി ഒരു 5 ഐറ്റംസ് വേണം, ആള് പ്ലസ് സാധനങ്ങൾ. ഓക്കെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫൈനൽ മത്സരമാണിത്. അപ്പൊ നമ്മൾ പറയുന്ന ലെറ്റർ, ഏത് ലെറ്റർ വേണ്ടത്? നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ലെറ്റർ സെക്കൻഡ് ലെറ്റർ ബി. ബി, ബി ഫോർ ബോൾ. 5 സാധനങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരണം കേട്ടാ. ഓരോന്നും കൊണ്ടുവരാൻ പാടില്ല. 5 എണ്ണം ഓൾ ടുഗദർ ആയിട്ട് കൊണ്ടുവരണം. അപ്പുറത്തെ അറിയില്ല എടുത്തില്ലെങ്കിൽ മത്സരിക്കട്ടോ. ആൾക്കാരെയും കൊണ്ടുവരാം. നിങ്ങൾ അപ്പുറത്തിരിക്കുന്നവരുടെ പേരൊക്കെ ചോദിച്ചോളൂ. ചോദിച്ചോക്കെ. 5 എണ്ണം. ഇംഗ്ലീഷിലുള്ള നോക്കുക. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഒക്കെ
നമസ്കാരം. NSS പൻവേൽ സംഘടിപ്പിച്ച വനിതാ ദിന പരിപാടിയിൽ കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ള ചുമതലയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ വനിതകൾക്കും ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഒരു കുടുംബത്തില് ഉള്ള അംഗങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളത് ഔപചാരികതയല്ല എന്നറിയാമെന്നുണ്ടെങ്കിലും ഒരു പരിപാടിയുടെ ഭാഗമായി കൃതജ്ഞത എന്നുള്ള ആ ഒരു കർമ്മം നമ്മൾ നിർവഹിക്കേണ്ടതാണ്. ഇതിനു വേണ്ടി ഏകദേശം 1 മാസത്തോളമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾ നടത്തിയും നമുക്ക് വേണ്ട എല്ലാ പിന്തുണയും നടത്തുന്ന പ്രസിഡന്റ് ശശി സാർ അവർകൾ, സെക്രട്ടറി ശിവദാസ് സാർ അവർകൾ, കൂടാതെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും, ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുവാനായിട്ട് നിർവാഹമില്ല. ഇവർക്കെല്ലാവർക്കും എൻ്റെയും വനിതാ വിങ്ങിൻ്റെയും പേരിൽ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ നമുക്ക് ഈ പരിപാടിയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് കിട്ടിയ സൗഭാഗ്യമാണ്. കാരണം തൻ്റെ എല്ലാ പരിപാടികളും വളരെ തിരക്കേറിയ പരിപാടികൾക്കിടയിലും OPD കഴിഞ്ഞ് തൻ്റെ ഗൃഹത്തിൽ പോയി ഡ്രസ്സ് മാറി പെട്ടെന്ന് ഓടി വന്ന് നമ്മുടെ മുന്നിൽ എപ്രകാരമാണോ ഒരു ആശുപത്രിയിൽ നമുക്ക് ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് തരുന്നത്, അതുപോലെ തന്നെ സ്ത്രീകളുടേതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടാതെ കുട്ടികളുടേതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വിശദീകരിച്ച് പറഞ്ഞ് നമ്മൾ ചോദിക്കാതെ തന്നെ അതെല്ലാം പറഞ്ഞു തന്ന് നമ്മൾക്ക് വളരെ വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തന്ന ബിന്ദു ഡോക്ടറെ നമുക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല. സന്ധ്യ ടീച്ചർ പറഞ്ഞതുപോലെ ടീച്ചറായിരുന്നോ അതോ ഡോക്ടറായിരുന്നോ എന്ന് സംശയം. കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഓരോ കാര്യവും വളരെ വിശദമായി. അതിൻ്റെ ഒരു തെളിവ് എന്താന്ന് വെച്ചാൽ ഇവിടെ കുറേ ചിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ആ ചിട്ട് എടുത്തപ്പോൾ അതിൽ പലതും ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെയായിരുന്നു നമുക്ക് സംശയങ്ങളും. അപ്പോൾ ഡോക്ടറോട് പ്രത്യേകം, ഡോക്ടറുടെ അസാന്നിധ്യത്തിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനൊരു അവസരം ഒരുക്കിയ വനിതാ വിങ്ങിലെ ഇതിനെപ്പറ്റി ചിന്തിച്ച് വനിതാ വിങ്ങിലെ ഓരോരുത്തർക്കും എൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഇവിടെ ഭക്ഷണം ഒരുക്കി, നല്ല ഭക്ഷണം ഞങ്ങൾ രുചിച്ച് നോക്കിയിട്ടില്ല, എങ്കിലും നല്ല സ്വാദിഷ്ടമായിരിക്കുന്ന ഭക്ഷണമായിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഭക്ഷണം ഒരുക്കി തന്ന് നമ്മളെ ഈ യാമിനി സമയത്ത് നമുക്ക് വളരെയധികം സഹായിച്ച ഭക്ഷണം ഒരുക്കിയവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനെല്ലാം ഉപരി ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്തുന്നത് നമുക്ക് ഈ പരിപാടി നടത്തുവാൻ വേണ്ടിയിട്ട് ഈ ഒരു വേദി നമുക്ക് ഒരുക്കി തന്ന കർണാടക സംഘം പൻവേൽ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ആദ്യാവസാനം യാതൊരു മടിയും കൂടാതെ നമ്മൾ ഇവിടെ നടത്തുന്ന ഓരോ പരിപാടികളും മുക്കിലും മൂലയിലും നിന്ന് ക്യാമറയിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുന്ന ഗോകുലിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ഈ NSS പൻവേലിൻ്റെയും NSS വനിതാ വിങ്ങിൻ്റെയും എന്ന് വേണ്ട NSS യൂത്ത് വിങ്ങിൻ്റെയും ഒരു നാടി തന്നെയാണ് ഗോകുൽ. ഗോകുലിനോട് പ്രത്യേകം നന്ദി ഗീതാഞ്ജലിയുടെ വകയും വനിതാ വിങ്ങിൻ്റെ വകയും NSS കരയോഗം വകയും NSS പൻവേലിൻ്റെ വകയും ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പുതിയതായിട്ട് വന്നതാണെങ്കിലും യാതൊരു മടിയും കൂടാതെ ഞങ്ങൾ സ്ത്രീകൾ പറഞ്ഞതനുസരിച്ചിട്ട് പ്രാർത്ഥന നടത്തിയ ഗായത്രിയോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇവിടെ വനിതകളെ കൊണ്ടുവരികയും വനിതകളുടെ കൂടെ സഹകരിച്ച് വന്നിരിക്കുന്ന കുറച്ച് പുരുഷന്മാരുണ്ട്. അവർക്കും നന്ദി. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എത്ര നാര്യസ്തു പൂജ്യന്തെ തത്ര രമന്തെ ദേവതാഃ.